ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെങ്ങനെയാണ് സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറേ നാളായി ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് സത്യം പറയാമല്ലോ സമയമില്ല. പിന്നെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ മടിയുമാണ്. കാരണം ഈ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. പിന്നെ സമയവും ഇല്ല. ഇപ്പോൾ ജോലിയൊക്കെ ആയില്ലേ, അപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് വീട്ടിൽ വന്നാൽ എനിക്ക് ഉറങ്ങാൻ മാത്രമേ സമയമുള്ളൂ. വേറെ ഒരു കാര്യത്തിനും എനിക്ക് സമയമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഒരു ലോങ് വീഡിയോ തന്നെ അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടുപിടിച്ച സമയമെന്ന് പറയുന്നത് രാത്രി 11:30 ആയി. 11:30 കഴിഞ്ഞു. ഞാൻ കുളിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പം ഒരു ചെറിയൊരു സ്പെഷ്യലുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് മെയ് 7th, മെയ് 8th എൻ്റെ വാമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളുടെ നാൾ കഴിഞ്ഞു. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നത്. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന സർപ്രൈസുകൾ ഞാനിവിടെ റെഡിയാക്കാൻ പോവുകയാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ അവളുടെ പാപ്പരായതുകൊണ്ട് കുഞ്ഞ് ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുള്ളൂ. കൊച്ചു വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഗിഫ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ഞാൻ വീഡിയോസ് നാളെ വീഡിയോസ് എടുത്ത് കാണിക്കാം. ബിക്കോസ് ആ ഗിഫ്റ്റൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഞാനൊരു 3-4 ദിവസം കൊണ്ട് ഇവരുടെ ബർത്ത്ഡേക്ക്, എൻ്റെ മാമിയുടെയും എൻ്റെ ബ്രദർ-ഇൻ-ലോയുടെ, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളിങ്ങനെ ഓടുകയാണ്. ഓട്ടം അവസാനിച്ചോന്നായിട്ട് ഇന്നത്തോടെ അവസാനിച്ചു. കൈ കഴിക്കണം ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നപ്പം. അപ്പം നമ്മൾ എന്താ പറഞ്ഞു തന്നത്? ഓട്ടം. അപ്പം 3-4 ദിവസം കൊണ്ട് അവർക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടം ആയിരുന്നു. ഏകദേശം ആയി. ഈ മുതുക്കന് എന്തിനാ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണേന്ന് വെച്ചാൽ, എന്താ ചുമ്മാ വാങ്ങിച്ചു കൊടുക്കണത്? അതും ഞാനല്ല വാങ്ങിച്ചു കൊടുക്കുന്നത്. എൻ്റെ ബിബിൻ ചേട്ടന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അത് നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഐറ്റം വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ഗതി എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നാളെ കൊടുക്കും. നാളെ കൊടുക്കുമെന്ന് വെച്ചാൽ നാളെ തന്നെ കൊടുക്കും. ഓക്കെ, അതെന്തോ ആയിപ്പോട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി, കുറച്ച് ബലൂൺ വാങ്ങിച്ചു. ഞാൻ കാണിച്ചു തരാം. അയ്യോ, 2 കവർ മേടിച്ചു ഞാൻ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എൻ്റെ റൂമിൽ തന്നെ ഇട്ടയക്കണം. നാളെ വാമി വരുമ്പോൾ നമുക്കത് സർപ്രൈസായിട്ട് കാണിച്ചു കൊടുക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ നാളെ എടുത്ത് കാണിക്കാം. പിന്നെ ചേട്ടനൊരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് എന്താണെന്ന് ഈ വീഡിയോയുടെ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം. നാളെ വീഡിയോ എടുക്കാൻ പറ്റിയ അത്രയും ഭാഗ്യമെന്ന് തന്നെ കരുതണം ഗായ്സ്. പിന്നെ എന്താ, ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്കിനി ബലൂണൊന്ന് പെരുപ്പിച്ച് തുടങ്ങാം. കാരണം ഇന്ന് തുടങ്ങിയാലേ നാളെ അവർ വരുമ്പോഴെങ്കിലും തീരുള്ളൂ ഗൈസ്. 140 ബലൂണുണ്ട്. ഞാനത് എന്ന് ഊതി തീർക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ നമുക്ക് വേറൊരു വഴിയുണ്ട്. എന്തെന്നറിയാവോ? ഏതോ ഒരു മാമിയുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു മേടിച്ചു. അപ്പം അതുകൊണ്ട് നമുക്കത് യൂസ്ഫുള്ളായി. ഇത് മാമി കാണാതെ ഞാൻ അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടി വെച്ചത് കൊണ്ട് ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത് നമുക്ക് എടുക്കാം. നിങ്ങൾ നോക്കുന്നത് ഈ മോക്കുരു ആയിരിക്കാം ഗായ്സ്. നല്ലവണ്ണം മോക്കുരു ഇപ്പോൾ കൂടി വന്നു. ഞാൻ മെഡിസിനൊക്കെ ഇട്ട് കുറച്ചതായിരുന്നു. എൻ്റെ അൺഹെൽത്തി ഫുഡാണോ പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആണോ എന്തെന്ന് എനിക്കറിയില്ല. വീണ്ടും മോക്കുരു കൂടി വരെയാണ്. അപ്പോൾ ഒന്നും കൂടെ ട്രീറ്റ്മെൻറ്റിന് പോവേണ്ടി വരും ഗായ്സ്. അപ്പം നമുക്ക് ഇനി വളവള സംസാരിക്കാതെ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാം. എനിക്ക് ഒരു സ്റ്റാൻഡ് കിട്ടി, ബലൂൺ സ്റ്റാൻഡ് കിട്ടി. ബലൂൺ വയ്ക്കാനെന്ന് ഫോൺ വയ്ക്കാനുള്ള സ്റ്റാൻഡ് കിട്ടി. നമുക്കിനി ഇതെന്ന് തീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് തുടങ്ങാം. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഞാനിത് ഇങ്ങനെ പെരുപ്പിച്ചാക്കിയിട്ട് ഇത് പൊട്ടാതിരുന്നാൽ മതി. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ രാത്രി അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങിയാണ്. അവരെ വിളിച്ചുണർത്താൻ ഞാൻ ഓരോന്ന് കാണിക്കണം എന്നും പറഞ്ഞ് എനിക്കിപ്പോൾ കിട്ടും. അല്ലെങ്കിൽ തന്നെ രാത്രി
കുളിക്കണം എന്നും പറഞ്ഞ് ഇപ്പം അമ്മയുടെ നിന്ന് കിട്ടിയിട്ടിരിക്കണേ ഉള്ളൂ. ഒക്കെ നിസ്സാരം. 140 ഒരു ബലൂണ് നമ്മൾ ചെയ്തു. നമുക്ക് എത്ര ബലൂണുണ്ട്? എന്ന് തീരും ഇതൊക്കെ? എനിക്കറിയാൻ വേണ്ടിയില്ല. ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നേ. ഇനി ഇതാ ഇത്രയും ബലൂണ് ഞാൻ എന്താ ഇത് ചെയ്യണേ. നാളെ ആകുമ്പോൾ ഇത് വേസ്റ്റായി പോവേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഈ പണി ചെയ്യട്ടെ. കുറച്ച് അധികം ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. വെറുതെ നിങ്ങൾ എന്തിനാ ഞാൻ ബോറടിപ്പിക്കുന്ന. അപ്പം ഇത് ചെയ്തിട്ട് ഇതാ വരണം ഗൈസ്. ഇപ്പം മണി 12:57 ആയിക്കഴിഞ്ഞു. ഞാൻ ഇതുവരെ ബലൂണ് പണി കഴിഞ്ഞില്ല. എൻ്റെ ബലൂൺ പണി കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഉറങ്ങി വീഴും. കാരണം ആ കണക്കിന് എനിക്ക് ഉറക്കം വന്ന് എൻ്റെ കൈയൊക്കെ ചുവന്ന് തുടങ്ങി. ഈ ബലൂണ് കെട്ടി എന്നെ കൊണ്ട് പറ്റണില്ല. കൈ വേദന എടുക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ ഒന്ന് എണീറ്റിട്ട് ബാക്കി ചെയ്യാം. രാവിലെ ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ മേ ബി നടന്നെന്ന് വരില്ല. കേക്ക് എടുക്കാൻ പോകണം, മാമിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണം. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. അപ്പം വിചാരിച്ചു രാവിലെ ഒന്ന് എണീറ്റിട്ട് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ അനിയത്തെ വിളിച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറയാം. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും അവസ്ഥയില്ല. അപ്പോഴേ ഞാൻ ബലൂണിൻ്റെത് കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയ്യോ ഗൈസ്, നമ്മുടെ ബലൂണുകളെല്ലാം എന്താ ഇവിടെ കിടക്കുവാണ്. ബലൂണെല്ലാം കണ്ടല്ലോ. ഇനി ഞാൻ കിടന്നുറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ രാവിലത്തെ പോക്ക് നടക്കൂല. അപ്പം ഞാൻ രാവിലെ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. നാളത്തെ വിശേഷം ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പം സമയം 8:30 ആയി. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ഞാൻ എണീറ്റു. കാരണം നമ്മുടെ ഇന്നലത്തെ പരിപാടി ഇതുവരെ തീർന്നില്ല. ബാക്കി ബലൂണെല്ലാം ചെയ്യണമായിരുന്നു. പക്ഷേ എൻ്റെ കൈ എന്നെ അത് സമ്മതിക്കണില്ല. കൈ ഭയങ്കര വേദന. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത് ഇപ്പം ഞാൻ ചെയ്തു. ഇനി ബാക്കി ഞാൻ വന്നിട്ട് ചെയ്യണം. കാരണം എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഇനി ഇരുന്ന് എൻ്റെ ഇന്നത്തെ സാലറി കാട്ട്. അപ്പം രാവിലെ എണീറ്റു. വാമീനെ വിളിച്ചു. പക്ഷെ ബർത്ത്ഡേ വിഷ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അവളുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ദെൻ ബലൂണും ചെയ്തുകൊണ്ടിരുന്നു. കുറേ ബലൂണായി. എന്നാലും നമുക്ക് താണ്ട ഇത്രയും കൂടെ ഇരിക്കുകയാണ്. ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി അനിയത്തിയൊക്കെ വരണേല്ലേ അവർക്ക്. അപ്പോൾ എന്തോന്നു അനിയത്തിയൊക്കെ വരണേല്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് ബലൂൺ കൊടുക്കാം. ബാക്കി നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം. ഇതൊക്കെ ഇപ്പം മാമി വരുമ്പോൾ പൊട്ടുവേ. അപ്പം ഞാൻ റെഡി ആവട്ടെ. എനിക്ക് സമയം നല്ല ആയി. ഇനി ഞാൻ കളിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കരമായിട്ട് ലേറ്റാവും. ഞാൻ ഒരു 1:30 ആകുമ്പോൾ ഓഫീസിൽ നിന്ന് മിക്കവാറും ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാമിക്കുള്ള സർപ്രൈസ്. വാമിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ദെൻ നമ്മൾ വീട്ടിലോട്ട് വന്ന് ബാക്കി ബലൂണും ഇവിടെയൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ അവരൊരു 3 മണിക്ക് ഞാൻ വന്നാൽ മതി, 3-3:30 ടൈമിന് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇനി എപ്പം വരുമെന്ന് നോ ഐഡിയ. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ പോയി പെട്ടെന്ന് റെഡിയായി പോട്ടെ. ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ ഇട്ടേക്കാം. ഓക്കെ നമ്മൾ മാമിക്ക് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ കയറി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരെണ്ണം മേടിച്ചു. നമ്മളിവിടെ 3-4 ഓപ്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് മേടിച്ചത്. ഞാൻ കാണിച്ചത്. അതായിരുന്നു നമ്മുടെ എടുത്ത് മാറ്റി വെച്ച ഓപ്ഷൻസ്. അപ്പം ഇത് എടുക്കാനാണ് വന്നത്. പക്ഷേ ഇത് ചെറുതായി പോവാം. അപ്പം അതുകൊണ്ട് നമ്മൾ വേറൊരു വണ്ടി എടുത്തു. പിന്നെ ഇതും കൊള്ളായിരുന്നു. വേറൊരെണ്ണമാണ് എടുത്തത്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പോയി ഗിഫ്റ്റൊക്കെ മേടിച്ച് ഇപ്പം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് നമ്മൾ ബലൂണിൻ്റെ ബാക്കി പരിപാടികൾ ഇവിടെ
എൻ്റെ അനിയൻ ഹായ് പറയാൻ പാടി, അനിയത്തി നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ ബലൂണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബലൂൺ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും നമ്മൾ സെറ്റാക്കി. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ബലൂണ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇനി അത് കെട്ടി കൊടുക്കണം. എൻ്റെ കയ്യിൽ വീണ്ടും നീര് കയറി. അപ്പോൾ ഇത് ബാക്കി ചെയ്തിട്ട് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം സെറ്റാക്കി. എൻ്റെ കോലം നോക്കണ്ട, എനിക്കിനിപ്പോൾ പോയി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം. അവരിതാ ഇവിടെ എത്തി. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ചെയ്യും, അവൾക്ക് വാങ്ങിച്ച വണ്ടി. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ഒന്നും ചെയ്യുള്ളൂ, ഇപ്പോഴൊന്നും ചെയ്യത്തില്ല. അപ്പം നമുക്കിതാ എൻ്റെ കസിൻ അനിയത്തിതോ അവിടെ അതാ വരണ. ഇനി നമുക്ക് ഡ്രസ്സൊന്ന് പെട്ടെന്നൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം.